യൂട്യൂബ് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡ്രാക്കുള. ഭീകരതയുടെ സൗന്ദര്യം വാരി വിതറിയ ഡ്രാക്കുള പ്രദർശനശാലകളിലേക്ക് എത്തുകയാണ്. ഒരു മലയാള ഹൊറർ ചിത്രം ആദ്യമായി ഹോളിവുഡ് സാങ്കേതിക വിദ്യയോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നു. ഐറിഷ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കറുടെ 1897 രചനയാണിത്. വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ നാടകം, ചലച്ചിത്രം എന്നിവയിലൂടെ ലോക ശ്രദ്ധ നേടി. ടെറസ് ഫിഷർ സംവിധാനം ചെയ്ത ഡ്രാക്കുള എക്കാലത്തും ഹിറ്റായിരുന്നു. ക്രിസ്റ്റഫലി എന്ന നടൻ ഡ്രാക്കുളയായി മാറുകയായിരുന്നു. ഈ ഹൊറർ ചിത്രം ചിത്രീകരിച്ചത് റുമേനിയയിലെ ഡ്രാക്കുള കോട്ടയിലാണ്. ചിത്രീകരണത്തെക്കുറിച്ച് സംവിധായകൻ വിനയൻ. റൊമാനിയയിലെ ട്രാൻസിൽവാനിയ എന്ന് പറഞ്ഞ ജില്ലയിലെ അവിടെ ബ്രാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഈ യഥാർത്ഥ നമ്മൾ ഡ്രാക്കുള കോട്ട എന്ന് പറയുന്ന ബ്രാൻ കാസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ ഈ ഡ്രാക്കുള ബ്രാം സ്റ്റോക്കറുടെ നോവലുണ്ട്, വളരെ പ്രശസ്തമായ നോവൽ. ഈ നോവലിൽ ഡ്രാക്കുള കോട്ട വളരെ വളരെ ഫേമസ് ആണ്. പക്ഷെ അവിടെ വരാനും എന്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള ഈ എന്താ പറയുക ഭീകര മനുഷ്യന്റെ കോട്ട കാണാനും ഇവിടെ ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു വലിയ ഭാഗ്യമായിട്ട് കേട്ടു. കോട്ടയം പുഷ്പനാഥിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഡ്രാക്കുള എന്ന കവിതയിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ഈ രാത്രിയുടെ രാജകുമാരൻ 3D വിസ്മയമാവുകയാണ്. മുഖ്യവേഷത്തിൽ അനശ്വര നടൻ തിലകനോടൊപ്പം ഓംപുരിയും ഡ്രാക്കുളയായി പുതുമുഖ നടൻ സുധീറും. ബ്രാം സ്റ്റോക്കറുടെ ഈ നോവൽ വായിക്കുമ്പോൾ ലഭിക്കുന്ന ഹരം ഡ്രാക്കുള ചിത്രങ്ങളിൽ നിന്നും ലഭിക്കുന്നില്ല. അശ്ലീലം കലർത്തി വികൃതമാക്കുന്ന പ്രവണതയാണ് ഇന്ന് ഡ്രാക്കുള ചിത്രങ്ങൾ. ഈ ഇംഗ്ലീഷ് നോവലിലെ കഥാപാത്രങ്ങൾ മലയാളം സംസാരിക്കുമ്പോൾ പ്രേക്ഷകന് അത് പുതിയ ദൃശ്യ അനുഭവമായിരിക്കും.